നെക്സ്റ്റ് നമ്മൾ അനലറ്റിക് ഫങ്ഷൻസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യബിൾ ആവുക, ഒരു ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുക എന്നുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു പോയിൻ്റ് കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു പോയിൻ്റ് സെറ്റ് നോട്ട്. ഓക്കെ, ഈ ഒരു പോയിൻറ്റിൽ ഒരു കോംപ്ലക്സ് ഫങ്ഷൻ എഫ് ഓഫ് സെറ്റ് അനലറ്റിക് ആവണമെങ്കിൽ ഈ ഫങ്ഷൻ ഈ പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആവണം. പോയിൻറ്റിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയാൽ പോരാ, പോയിൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നൈബർഹുഡ് എടുക്കുക. ഒരുപാട് നൈബർഹുഡ് ഉണ്ടാവാം. ഏതെങ്കിലും ഒരു നൈബർഹുഡിലുള്ള എല്ലാ പോയിൻറ്റിലും ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെറ്റ് ഈസ് അനലറ്റിക് അറ്റ് ദി പോയിൻറ്റ് സെറ്റ് നോട്ട് എന്ന് പറയാം. ഡെഫിനിഷൻ നോക്കുക. അനലറ്റിസിറ്റി അറ്റ് എ പോയിൻറ്റ്. A function f of z is said to be analytic at a point z naught if its derivative f dash of z naught exists not only at z naught but at every point z in some neighborhood of z naught. z naught കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നൈബർഹുഡ് എടുത്താൽ ആ നൈബർഹുഡിലെ എല്ലാ പോയിൻറ്റിലും എഫ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റിൽ അനലറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി എ ഫങ്ഷൻ എഫ് ഈസ് അനലറ്റിക് ഇൻ എ ഡൊമൈൻ ഡി ഇഫ് ഇറ്റ് ഈസ് അനലറ്റിക് അറ്റ് എവരി പോയിൻ്റ് ഇൻ ഡി. അപ്പോൾ ഒരു ഡൊമൈൻ ഡി എന്ന് പറയുന്ന ഒരു ഡൊമൈൻ എടുത്തിട്ട് ഈ ഡൊമൈനിൽ ഫങ്ഷൻ അനലറ്റിക് ആണെന്ന് പറയണമെങ്കിൽ ഡൊമൈനിലുള്ള എല്ലാ പോയിൻറ്റിലും ഫങ്ഷൻ അനലറ്റിക് ആവണം. അതായത് ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡിലുള്ള എല്ലാ പോയിൻറ്റിലും ഫങ്ഷൻ എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആവണം, അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ. നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. മോഡ് സെഡ് സ്ക്വയർ 0യിൽ മാത്രമാണ് ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. 0 എന്ന് പറഞ്ഞ ഒരു പോയിൻറ്റിൽ, കോംപ്ലക്സ് പ്ലെയിനിലുള്ള 0 എന്ന് പറയുന്ന ഒരു പോയിൻറ്റിൽ മാത്രമാണ് ഈ മോഡ് സെഡ് സ്ക്വയർ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയെങ്കിലും അനലറ്റിക് ആവുമോ? കാരണം 0യിൽ പോലും അനലറ്റിക് അല്ല. 0യിൽ അനലറ്റിക് ആവണമെങ്കിൽ 0 കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡ് എടുത്താൽ അതിലുള്ള പോയിൻറ്റിലെല്ലാം ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പം നമുക്ക് പറയാം മോഡ് സെറ്റ് സ്ക്വയർ ഒരു എക്സാമ്പിളാണ്. എന്താ? കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു സ്ഥലത്ത് ഒറ്റ പോയിൻറ്റിൽ പോലെ അനലറ്റിക് അല്ലാത്തൊരു ഫംഗ്ഷനാണ് മോഡ് സെറ്റ് സ്ക്വയർ. എന്താ റീസൺ? മോഡ് സെറ്റ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് സെഡ് ഈക്വൽ ടു 0. 0യിൽ മാത്രം അനലറ്റിക് ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അപ്പോൾ 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒറ്റ നൈബർഹുഡിലും ഡിഫറൻഷ്യബിൾ ആവില്ല. അപ്പോൾ പിന്നെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അനലറ്റിക് ആവുമോ? ഇല്ല. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഈസ് നോ മോർ അനലറ്റിക്. മറ്റൊരു എക്സാമ്പിൾ എടുക്കുക. ഏതെങ്കിലും ഒരു പോളിനോമിയൽ സെഡ് സ്ക്വയർ, സെഡ് ക്യൂബ്, സെഡ് റേസ് ടു 4 എക്സെട്ര ഏതെങ്കിലും ഒരു പോളിനോമിയൽ എടുക്കുക. കോംപ്ലക്സ് പ്ലെയിനിൽ മൊത്തം ഡിഫറൻഷ്യബിൾ ആകുന്ന ഒരേ ഒരു ഫംഗ്ഷനുള്ള പോളിനോമിയൽ ഫംഗ്ഷൻസ്, അല്ലേ? പോളിനോമിയൽസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സാമ്പിൾ സെഡ് ക്യൂബ് ഡിഫറൻഷ്യബിൾ എവരിവെയർ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. കോംപ്ലക്സ് പ്ലെയിനിൽ എല്ലാവരുടെയും ഡിഫറൻഷ്യബിളാണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? കോംപ്ലക്സ് പ്ലെയിനിൽ മൊത്തം അനലറ്റിക്കാന്ന് പറയാം. ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിന്റിൽ മാത്രമല്ല അത് കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡിലുള്ള എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ പിന്നെ അനലറ്റിക് അല്ലേ? ഇങ്ങനെ കോംപ്ലക്സ് പ്ലെയിനിൽ മൊത്തം എല്ലാ പോയിന്റിലും അനലറ്റിക് ആവുന്ന ഫംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എൻറ്റയർ ഫംഗ്ഷൻ. എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ടു ബി ആൻ എൻറ്റയർ ഫംഗ്ഷൻ ഇഫ് ഇറ്റ് ഈസ് അനലറ്റിക് ഇൻ ദി എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. അപ്പോൾ എൻറ്റയർ ഫംഗ്ഷൻ എക്സാമ്പിളാണ് ആര്? പോളിനോമിയൽ ഫംഗ്ഷൻസ്. ഓർത്ത് വെച്ചോളാം, അല്ലേ? എവിടെയാണ്? നെക്സ്റ്റ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു തിയറം, കോഷി റീമാൻ ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് രണ്ട് തിയറംസ് ആയിട്ടാണ് അത് പറയുന്നത്. ഫസ്റ്റ് തിയറം എന്ന് പറഞ്ഞാൽ നെസസറി കണ്ടീഷനാണ്. അതായത് അനലറ്റിക് ആവാനുള്ള നെസസറി, ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആവാനുള്ള നെസസറി കണ്ടീഷൻ. തിയറം എന്താണെന്ന് നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ. അതായത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഫോമാണ് ഈ എഴുതിയത്. And that f dash set exists at a point z naught equal to x naught plus i y naught. ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒരു പോയിന്റിൽ സെറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദി ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് of u and v must exist at x naught y naught and they must satisfy the Cauchy-Riemann equations ux equal to vy and uy equal to minus vx. ux എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡോ യു ബൈ ഡോ എക്സ്. vy എന്ന് പറഞ്ഞാൽ ഡോ വി ബൈ ഡോ വൈ.
യു എക്സ് വി വൈക്ക് ഈക്വൽ ആണ്. അതേപോലെ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഈ ഒരു പോയിന്റിൽ അതായത് കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെറ്റ് നോട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെയും വിൻ്റെയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് സെറ്റ് നോട്ടിൽ എക്സിസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. യു എക്സ് ഈക്വൽ ടു വി വൈയും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആണ് സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ്, അതായത് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഡോ വി ബൈ ഡോ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് കോഷി റീമാൻ ഇക്വേഷൻ പറയുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കോംപ്ലക്സ് ഫംഗ്ഷൻ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതാണ് തിയറം പറയുന്നത്. ഓക്കെ, അല്ലാതെ ഈ കോഷി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ അനലറ്റിക് ആണെന്നോ ഡിഫറൻഷ്യബിൾ ആണെന്നോ ഒന്നുമല്ല. ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്, അങ്ങനെയെങ്കിൽ ആ എഫ് ഓഫ് സെറ്റ് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പരസ്പരം ഈക്വലാണ്. യു എക്സ് വി വൈക്കും യു വൈ മൈനസ് വി എക്സിനും ഈക്വലാണ്. അതാണ് തിയറം പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പ്രൂഫാണ് പഠിക്കാനുള്ളത്. പ്രൂഫ് കുറച്ച് ലെങ്തി പ്രൂഫാണ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.